നമസ്കാരം. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്നും അതിൽ കൂടെ നമുക്ക് എങ്ങനെ കാശുണ്ടാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പലർക്കും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാനുള്ള കാരണം അതിലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, അതായത് യൂട്യൂബിലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് അറിയില്ല എന്ന് തോന്നുമ്പോഴും അതുപോലെ തന്നെ അതൊരൊറ്റയടിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പടിപടിയായിട്ട് പതുക്കെ ചെയ്താൽ മതി. ഏതൊരു തുടക്കക്കാരനും അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വെറും 3 കാര്യങ്ങൾ മാത്രം മതി. ഒരു മൊബൈൽ ഫോൺ വേണം, അതൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഒരു നെറ്റ് കണക്ഷൻ വേണം. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളടുത്ത് തീർച്ചയായിട്ടും ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ജിമെയിൽ ID ആണ്. ഇത് 3 ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ആദ്യം തന്നെ നമുക്കൊരു ജിമെയിൽ ID എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാല്ലേ. കാരണം നമ്മൾ അതിലൂടെയാണ് യൂട്യൂബിലേക്ക് കയറുന്നത്. ഇനിയിപ്പോൾ മൊബൈലിലാണെങ്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിലും വേറെ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ജിമെയിൽ ID ഉണ്ടാക്കി യൂട്യൂബിൽ കയറുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ജിമെയിൽ ID ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ കയറി ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണുന്ന ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ ആദ്യത്തെ പേരും അവസാനത്തെ പേരും കൊടുക്കണം. ഈ പേര് തന്നെയായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കേട്ടോ. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബ് സെറ്റിംഗ്സ് പോയിട്ട് മാറ്റാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തോന്നിയ പോലെ കൊടുക്കാണ്ടിരിക്കുക, കൃത്യമായി തന്നെ കൊടുക്കുക. കാരണം നിങ്ങളുടെ വയസ്സ് 18 വയസ്സിന് താഴോട്ട് പോയാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് കൊടുക്കണം. 2 തവണ തെറ്റാതെ നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം. പാസ്വേഡ് നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. അതായത് വാക്കുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്പറും കൊടുക്കുക. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പം നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തത് റിക്കവറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേറെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ മാത്രം അതിവിടെ കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ നിലവിലുള്ള യൂട്യൂബിൻ്റെ ജിമെയിൽ IDക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് പാസ്വേഡ് മറന്നുപോയാലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഒരു ഇമെയിൽ ID കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് അല്ലെങ്കിൽ റിക്കവറി ഇമെയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും. ഇതൊന്നുമില്ല, ഇത് നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഗൂഗിൾ യൂസ് ചെയ്യൂല എന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതാണ് നിങ്ങളുടെ യൂട്യൂബിൽ കയറാനുള്ള ID എന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അടുത്തത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. വായിക്കേണ്ടവർക്ക് വായിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഐ എഗ്രി കൊടുക്കുക. ഇപ്പം ജിമെയിൽ നമ്മളെ വെൽക്കം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു എന്നർത്ഥം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ജിമെയിൽ ID വെച്ച് യൂട്യൂബിൽ എങ്ങനെ കയറാമെന്നും വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നും നോക്കാം. നിങ്ങളുടെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ യൂട്യൂബ് ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ www.youtube.com എന്ന് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് തന്നെ കയറാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഹോം പേജിലാണുള്ളത്. ഇനി നിങ്ങൾക്കിവിടെ മുകളിലെ വലത് ഭാഗത്ത് സൈൻ ഇൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ വീണ്ടും നിങ്ങൾ ഹോം പേജിലേക്ക് പോകും. വീണ്ടും വലത് ഭാഗത്ത് മുകളിലുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ചാനൽ എന്നും യൂട്യൂബ് സ്റ്റുഡിയോ എന്നും കാണാം. ഈ 2 വഴിക്കും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ പറയാം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ യുവർ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് 2-3 ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാം. ആദ്യം ഒരു ഏരോ മാർക്ക് കാണാം. അതിൻ്റെ താഴെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻസ് കാണാം. അതായത് വീഡിയോ നിങ്ങൾക്ക് ഈ ബോക്സിലേക്ക് വലിച്ചിടാം. അങ്ങനെ ഒരു ഓപ്ഷൻ മൊബൈലിൽ ഉണ്ടാവില്ല. പിന്നെ താഴെ സെലക്ട് ഫയൽസ് ഒന്നുമുണ്ട്. ഞാൻ ഈ ഏരോയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ച നമ്മളുടെ വീഡിയോ ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ വീഡിയോ യൂട്യൂബുമായി അറ്റാച്ച് ആയാൽ ഉടനെ തന്നെ അപ്ലോഡ് ആവാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ അപ്ലോഡ് ആവുന്നതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ സാധിക്കും. ആ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വീഡിയോനെ കുറിച്ചിട്ട് കൂടുതൽ വിവരണങ്ങൾ നൽകാം. അതിനുശേഷം തൊട്ട് താഴെ അപ്ലോഡ് തംബ്നെയിൽ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച തംബ്നെയിലിൽ പോയി ക്ലിക്ക് ചെയ്താൽ അതും ഇവിടെ വരും. നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോന്റെ ഉള്ളടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഇമേജ് കാണാറില്ലേ? കുറച്ച് ചിത്രങ്ങളും ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്
വീഡിയോ കാണുന്നത് അല്ലേ? ആ ഒരു ഇമേജിനാണ് തമ്പനെയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ താഴെ നമ്മൾ കാണുന്നത് പ്ലേലിസ്റ്റ് ആണ്. അത് അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ്. പിന്നെ നിങ്ങളോട് എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഒരു ഭാഗം കൊണ്ട് അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ അടുത്ത ഭാഗത്തിലായിരിക്കും പറയുന്നത്. പക്ഷെ ഒരു യൂട്യൂബ് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നും ഈ ഒരു ഒറ്റ വീഡിയോനെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. യെസ്, ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും കാണാം. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നോ ആണ്. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കാണാനുള്ള വീഡിയോന്റെ കാറ്റഗറിയിലേക്ക് പോകും. അത് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കമന്റ്സ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നോ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഷോ മോർ എന്ന് കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കൂടുതലും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് മാത്രം ഞാൻ പറയാം. ടാഗ്സ് എന്ന് കാണുന്ന ബോക്സിൽ ടാഗ്സ് കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണാൻ വരുന്നത് ചിലപ്പം ഈ വഴി കൂടിയായിരിക്കും. അതിനെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്താ ചെയ്യുക? അവിടെ ടൈപ്പ് ചെയ്യില്ല ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു ചിക്കൻ മസാലക്കറി യൂട്യൂബിൽ കയറി നോക്കിയിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ചിക്കൻ മസാലക്കറി റെസിപ്പി എന്നോ ചിക്കൻ മസാലക്കറി ഡീറ്റെയിൽസ് ഇൻ മലയാളം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടൈപ്പ് ചെയ്യുക അല്ലേ? അതേപോലെ നിങ്ങളുടെ വീഡിയോ എന്തിനെ കുറിച്ചാണോ അതിനെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി യൂട്യൂബിൽ എന്തായിരിക്കും ടൈപ്പ് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതേപോലെയുള്ള ടാഗ്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പലരും വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ടൈപ്പ് ചെയ്യുമ്പം ഏകദേശം നിങ്ങൾ കൊടുത്ത ടാഗ് പോലെ തന്നെയാണ് അവർ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവരത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ കുറേ വീഡിയോന്റെ തമ്പനെയിൽസ് വരും. അവരുടെ വീഡിയോ ഓപ്ഷനിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ടാവും. ഞാനിവിടെ TVS ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ TVS ഇലക്ട്രിക് സ്കൂട്ടർ മലയാളം എന്നും TVS ഇലക്ട്രിക് ഡീറ്റെയിൽസ് ഇൻ മലയാളം എന്നൊക്കെയാണ് ഞാൻ കൊടുത്തത്. ഓരോന്നും കൊടുത്തിട്ട് കോമ ഇടണം കേട്ടോ. ഒരു 10-20 വരെയൊക്കെ ഇടാം, നിങ്ങളുടെ വാക്കുകളുടെ വലിപ്പം പോലെ. മാക്സിമം 500 അക്ഷരം വരെ. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. ലേശം താഴേക്ക് വന്നാൽ എലൗ എംബഡിങ് എന്ന് കാണാം. അതിൽ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്കും കാണാം. അത് കളയണം. അതിനൊരു ക്ലിക്ക് ചെയ്താൽ മതി. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ വാട്സപ്പിലേക്ക് ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വീഡിയോ യൂട്യൂബിലേക്ക് പോകാതെ വാട്സപ്പിൽ നിന്നും മാത്രം പ്ലേ ആവുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കിട്ടൂല. മാത്രമല്ല അതിൽ പരസ്യമൊന്നും വരില്ല. ആ ഒരു ടിക്ക് മാർക്ക് കളയുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലിങ്ക് എവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും നേരെ യൂട്യൂബിലേക്ക് പോയിക്കോളും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് ഫ്രം വീഡിയോ എന്ന ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെയ്ത നിങ്ങളുടെ പഴയ വീഡിയോകളിലേക്ക് പോകും. പക്ഷേ ഇത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആയതിനെ കൊണ്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റൂല. അതായത് നിങ്ങൾ പല വീഡിയോകളിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയുടെ അവസാനം ഇതേപോലെ വീഡിയോന്റെ മുകളിൽ 2-3 തമ്പനയിൽ വന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് നേരം നിൽക്കുന്നത്. അത് നമ്മളുടെ പഴയ വീഡിയോകളുടെ ഒരു പരസ്യം പോലെ കൊടുക്കുന്നതാണ്. വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ പഴയ വീഡിയോസ് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ സേവ് എന്ന് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം കേട്ടോ. അടുത്തത് ചെക്സ് ആണ്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ എന്ന് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്യുന്നതാണ്. കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലെങ്കിൽ കോപ്പിറൈറ്റിന് നേരെ ഒരു ടിക്ക് മാർക്ക് കാണാം. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമില്ല എന്നർത്ഥം. വേറെ ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് നമ്മളുടെ ചാനലിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ടിക്ക് മാർക്ക് ഉണ്ടാവില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നാണ് കാണിക്കുക. പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് സ്വന്തം വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക് എന്നൊക്കെ കാണാം. അതിന് താഴെ സ്കെഡ്യൂൾ എന്നും കാണാം. പ്രൈവറ്റ് ക്ലിക്ക് ചെയ്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചിലർ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കി ഇടാറുണ്ട് അല്ലേ? അത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആ വീഡിയോനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്താണ്. അൺലിസ്റ്റഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോന്റെ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. പബ്ലിക് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ കാണാം. പിന്നെ ഉള്ളത് സ്കെഡ്യൂൾ ആണ്. അതായത് ഇന്ന് നിങ്ങൾ വീഡിയോ ചെയ്തു കഴിഞ്ഞു, പക്ഷെ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്താൽ മതിയെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എന്നാണോ അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് സമയത്താണോ അപ്ലോഡ് ചെയ്യേണ്ടത് അന്നത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ദിവസം അതേ സമയത്ത് വീഡിയോ അപ്ലോഡ് ആവും. നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പബ്ലിക് സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക, ഡൺ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടുന്ന് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന്
നിങ്ങളുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി വീഡിയോ ഇവിടുന്ന് കണ്ടു നോക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതേപോലെ നിങ്ങളുടെ വീഡിയോൻ്റെ തൊട്ട് താഴത്തെ ഒരു ലിങ്ക് കാണാം. അത് നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്കാണ്. ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാം. അതേപോലെ നിങ്ങളൊരു പ്രൊഫൈൽ പിക്ചർ നിർബന്ധമായും കൊടുക്കണം കേട്ടോ. ഒരു ലോഗോ ഉണ്ടെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട എന്ത് ഇമേജ് വേണമെങ്കിലും വെക്കാം. അതിന് നിങ്ങൾ വലത് ഭാഗത്ത് മുകളിലുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് യുവർ ചാനലിലേക്ക് പിന്നെയും പോവാം. ഇവിടെ ഇടത് ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വരുന്ന ഭാഗത്ത് ആ വലിയ സർക്കിളിൽ എഡിറ്റ് പ്രൊഫൈൽ പിക്ചർ എന്ന് കാണാം. അതിൽ അപ്ലോഡ് കൊടുത്ത് പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചാനൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇനി നമ്മൾ വലത് ഭാഗത്ത് മുകളിലെ സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് യുവർ ചാനലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ ഹോം പേജിൽ നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്നത് കാണാം. ആഹാ, അടിപൊളി! നമ്മുടെ ആദ്യത്തെ ചാനൽ, നമ്മുടെ ആദ്യത്തെ വീഡിയോ, അതൊരു സന്തോഷമാണ് അല്ലേ? കൂടുതൽ പേര് മൊബൈലിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്, അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് മൊത്തം ലാപ്ടോപ്പിലാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം മൊബൈലിൽ ചെയ്യുകയാണെങ്കിലും ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിലും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ മൊബൈലിൻ്റെ ഫോർമാറ്റ് വെർട്ടിക്കലാണ്, ലാപ്ടോപ്പിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഹൊറിസോണ്ടൽ ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പം അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങളുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ പൊസിഷൻ ചെയ്ത സ്ഥലം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് താഴത്തെ ഒരു പ്ലസ് മാർക്ക് കാണാം ചാനലിൻ്റെ. പക്ഷേ അത് നമ്മൾ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് അവിടെയല്ല ഉള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ രീതികളൊക്കെ സെയിമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ എളുപ്പം തന്നെയാണ്. നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുണ്ട്. നമ്മളിന്ന് ആകെ സംസാരിച്ചിരിക്കുന്നത് ജിമെയിൽ ID എങ്ങനെ ഉണ്ടാക്കാമെന്നും അതേപോലെ തന്നെ യൂട്യൂബിലേക്ക് എങ്ങനെ കയറാമെന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുമാണ്. പക്ഷേ ഇനി നമുക്ക് സംസാരിക്കാനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാനലിൻ്റെ മോണിറ്റൈസേഷനെ പറ്റി സംസാരിക്കാനുണ്ട്. തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ സെറ്റിങ്സ്, അതേപോലെ തന്നെ കസ്റ്റമൈസേഷൻ, അതേപോലെ തന്നെ വ്യൂസ് നമുക്ക് എങ്ങനെ കൂട്ടാം. അപ്പം ഇതെല്ലാം നമുക്ക് അടുത്ത ഒരു കുറച്ച് ഭാഗങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ വീഡിയോയിലെല്ലാം കൂടി ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഒരു 1.5 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും സമയമൊക്കെ ആരും ഇരുന്ന് കാണില്ല വീഡിയോ. എല്ലാ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യുക, ഇതെങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്ന അടുത്ത 2 ഭാഗങ്ങൾ കൊണ്ട് തീരുന്നതാണ് വിചാരിക്കുന്നത്. അതും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആക്കി തരാം. ഒന്നെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളെ വെച്ചിട്ട് മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാം.